ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു DIY ആയിട്ടുള്ള ഒരു റെമഡിയാണ് കാണിക്കാൻ പോകുന്നത്, സ്കിൻ കെയർ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ്, ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് വൺ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലിസറിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്ലിസറിൻ്റെ റോസ് വാട്ടറിൻ്റെ. നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഗ്ലിസറിൻ എടുക്കുന്നുണ്ട്. ഗ്ലിസറിന് ശേഷം പിന്നെ റോസ് വാട്ടർ എടുക്കുന്നുണ്ട്. റോസ് വാട്ടർ ഞാൻ ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡാബർ എന്ന് പറയുന്ന വേറൊരു ബ്രാൻഡ് റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. രണ്ടും നല്ല റോസ് വാട്ടറാണ്. ഇപ്പോൾ എനിക്ക് കൂടുതൽ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടം ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വേണം റോസ് വാട്ടർ എടുക്കുക. അപ്പോൾ 1:3 എന്നുള്ള അളവിലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. എനിക്കിത് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്തത്. ഇത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് ഏറ്റവും ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ കൈയൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഗ്ലിസറിൻ്റെ അളവ് കൂടാൻ ഒരിക്കലും പാടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുകയാണെങ്കിൽ 3 ടീസ്പൂണായിട്ട് നമ്മൾ എന്തെടുക്കണം? റോസ് വാട്ടർ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 2 ടീസ്പൂൺ നമ്മൾ ഗ്ലിസറിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് വേണം നമ്മൾ റോസ് വാട്ടർ എടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.